സർക്കാർ സഹായിക്കും, നല്ലതുപോലെ സബ്സിഡി കൊടുക്കും, ഇളവുകൾ കൊടുക്കും. അതിന്റെ ബലത്തിലാണ് കാർഷിക രംഗം ശക്തി പ്രാപിച്ച് മുന്നോട്ട് വരുന്നത്. ഇന്ത്യയിലോ ഇന്ത്യൻ കർഷകർക്ക് പുഴുക്കളുടെ വില പോലും കൊടുക്കാൻ ഗവൺമെന്റുകൾ തയ്യാറാവുന്നില്ല. ന്യായമായ ഒരു ആനുകൂല്യവും കൊടുക്കുന്നില്ല. ആത്മഹത്യയിൽ അഭയം തേടേണ്ടി വരുന്ന കർഷകർക്ക് ഇളവുകൾ കൊടുക്കാൻ, സബ്സിഡി കൊടുക്കാൻ, ഒരു കൈത്താങ്ങ് നൽകാൻ സർക്കാർ തയ്യാറാകുന്നതേയില്ല. നിസ്സഹായരായ മനുഷ്യർ വിധിയെ പഴിച്ചു പോയി ജീവനൊടുക്കുന്നു. അങ്ങനെ ഓരോ മണിക്കൂറിലും ഓരോ ആൾ വെച്ച് ജീവനൊടുക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ കണക്ക് ഔദ്യോഗിക കണക്കാണ്, യഥാർത്ഥ കണക്കല്ല. യഥാർത്ഥ കണക്ക് ഇതിനേക്കാൾ എത്രയോ അധികമാണ്. ഇപ്പൊ ഇവിടെ പേരൂർക്കടയിൽ ഒരാൾ മരിച്ചാൽ ആത്മഹത്യൊന്നുമല്ല, സാധാരണ ഒരു മരണം, നമ്മളത് രജിസ്റ്റർ ചെയ്യും, മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കും. ഇതേപോലെയാണ് ഉത്തരേന്ത്യ ആകെ എന്നാണോ നിങ്ങൾ കരുതുന്നത്? 100 പേര് ആത്മഹത്യ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ കണക്കിൽ ഒരാൾ പെടുന്നത്. രജിസ്റ്റർ ചെയ്യപ്പെടാത്ത മരണങ്ങൾ, മരണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത മരണങ്ങൾ, അതൊക്കെയാണ് ഇപ്പോഴും അവിടുത്തെ സാഹചര്യം. അങ്ങനെയുള്ളയിടത്ത് അരിച്ചെടുത്ത ഒരു കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്, ഔദ്യോഗികമായ കണക്ക്. യഥാർത്ഥ കണക്കിനേക്കാൾ വലുതാണ്. അങ്ങനെ ഇന്ത്യൻ കർഷകരുടെ പട്ടണയിൽ നിന്നാണ് ഭരണകർത്താക്കൾ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടേയിരിക്കുന്നത്. കേരളത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്ഥിതിയുണ്ട്. ഇവിടെ കൃഷി ചെയ്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ഒരു വാർത്തയും നമ്മൾ പത്രത്തിൽ വായിക്കുന്നില്ല. എന്നാൽ ഇവിടുത്തെ സ്ഥിതിയല്ല നമ്മുടെ രാജ്യത്തുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് മോദി ഗവൺമെന്റിന്റെ കാലത്ത് മാത്രമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, 2006 മുതൽ 2016 വരെയുള്ള 10 വർഷവും 1,61,000-ൽ പരം ആളുകൾ ആത്മഹത്യ ചെയ്തു എന്നതാണ് ഔദ്യോഗിക കണക്ക്. കോൺഗ്രസിന്റെയും BJP-യുടെയും ഗവൺമെന്റുകൾ രാജ്യം ഭരിക്കുമ്പോൾ അവർ പിന്തുടർന്നത് ഒരേ നയമാണ്. അതാണ് പ്രത്യേകത. അതിനെയാണ് നമ്മൾ നവലിബറൽ നയങ്ങൾ എന്നൊക്കെ വിളിക്കുന്നത്. സത്യത്തിൽ ആ വാക്ക് പഴകിപ്പോയി. ആ വാക്കിനൊന്നും ഒരു പ്രസക്തി ഇപ്പോൾ ഇല്ല. കാരണം നവ ലിബറൽ അല്ല, പഴയ ലിബറൽ നയമാണ്. ഒരു 100 കൊല്ലം പഴക്കമുണ്ട് ഈ നയത്തിന്. എന്നാൽ ആദ്യകാലത്ത് ആ നയം ആ നിലയിൽ നടപ്പിലാക്കാൻ രാജ്യങ്ങളൊന്നും മുന്നോട്ട് വന്നില്ല. അന്ന് ലോക സാമ്പത്തിക മാന്ദ്യമായിരുന്നു 1930-കളിൽ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഗ്രേറ്റ് ഡിപ്രഷൻ എന്നൊക്കെ പഠിക്കും. അതിനുശേഷം 1970-കളിലാണ് അമേരിക്കയിൽ റീഗനും ബ്രിട്ടനിൽ താച്ചറും അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ അതിതീവ്ര വേഗതയിൽ ആരംഭിച്ച നയങ്ങളാണ് ഈ നവലിബറൽ നയങ്ങൾ. പിന്നെയും 20 കൊല്ലം കഴിഞ്ഞാണ് ഇന്ത്യയിൽ അതെത്തിയത്. നരസിംഹറാവുവിന്റെ കാലത്ത് 91-ൽ. അന്ന് മുതൽ നമ്മളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുകയാണ് നവലിബറൽ നയങ്ങൾ, നവലിബറൽ നയങ്ങൾ എന്ന് വെച്ചാൽ അതിന്റെ രത്ന ചുരുക്കം എല്ലാ മേഖലകളിൽ നിന്നും സർക്കാർ പിൻവാങ്ങുക. അതാണ് നയത്തിന്റെ ഒരു മുഖമുദ്ര. കർഷകർക്ക് സബ്സിഡി കൊടുക്കണ്ട, സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സംവിധാനത്തിന്റെ ആവശ്യമില്ല, സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കണ്ട. ഇങ്ങനെയെല്ലാമുള്ള സേവന സ്വഭാവമുള്ള മേഖലകളിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണം. എല്ലാം വിപണിക്ക് വിട്ടുകൊടുക്കണം, എല്ലാം സ്വകാര്യവൽക്കരിക്കണം. കോർപ്പറേറ്റ് മുതലാളിമാർ ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളും. സർക്കാർ പോലീസിന്റെയും പട്ടാളത്തിന്റെയും കാര്യം മാത്രം നോക്കിയാൽ മതി എന്നതാണ് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഈ നവലിബറൽ നയങ്ങളുടെ രത്ന ചുരുക്കം. ആ നയങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കും.